ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാഷ്ട്രീയം അതിനെതിരെ വിമർശനം ഉയരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ അത് നിർത്തണം എന്ന് പറഞ്ഞൊരു ഉത്തരവ് വന്നെന്ന് കേട്ടു. വാസ്തവമുണ്ടോ? അല്ല, അത് തെറ്റായ വാർത്തയാണ്. കാരണം ഈ ബുൾഡോസർ രാഷ്ട്രീയമല്ലല്ലോ, ബുൾഡോസർ നടപടി എന്ന് പറയാം. വിവിധ കേസുകളിൽ പ്രതിയാവുന്ന ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു കളയുന്നു. അത് പ്രധാനമായും യു പി സർക്കാർ, യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൊടും ഭീകരരായിട്ടുള്ള വലിയ മാഫിയ തലവന്മാരുടെയൊക്കെ ബഹുനില മന്ദിരങ്ങളൊക്കെ ഇടിച്ചു നിർത്തി കളഞ്ഞു. അതോടുകൂടിയാണ് ഇത് ബുൾഡോസർ ബാബ എന്നൊരു പേര് യോഗിക്ക് വീഴുകയും ചെയ്തു. ആളുകൾ ഭയങ്കരമായി അത് സ്വീകരിച്ചു. കാരണം യു പി ഒരു ക്രിമിനൽ ലോകമായിരുന്നു, ഒരു മാഫിയ ലോകമായിരുന്ന ഉത്തർപ്രദേശിനെ ഏതാണ്ട് യോഗി ആദിത്യനാഥ് ക്ലീൻ ചെയ്തെടുത്തു. പക്ഷേ ഈ തകർക്കപ്പെട്ട വീടുകളിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെയാണ്. കാരണം അത് കേസുകളിൽ പ്രതിയാവുന്നവരുടെ വീടുകളാണ് പൊളിച്ചു കളഞ്ഞത്. അപ്പോൾ അത് അല്ലാതെ മുസ്ലിങ്ങളുടെ വീട് നോക്കിയിട്ടല്ല. ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കേസുകളിൽ പ്രതിയാണെങ്കിൽ ഉത്തർപ്രദേശിൽ വീട് പൊളിച്ചിരിക്കും. ഇതാണ് നിയമം. അപ്പോൾ ഇതിനെതിരെയാണ് ഒരു കേസ് സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി വന്നു. പൊതു താൽപ്പര്യ ഹർജി കൊടുത്തിരിക്കുന്നത് ജമിയത്ത് ഉലൈമെ ഹിന്ദ്, ജമിയത്ത് ഉലൈമെ ഹിന്ദ് എന്ന് പറയുന്ന സംഘടന, മുസ്ലിം സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ കേസ് പരിഗണിച്ചത് ജസ്റ്റിസുമാരായ BR ഗവായിയും KV വിശ്വനാഥനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിൽ വന്നപ്പോൾ സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ആണ് ഹാജരായത്. അപ്പോൾ SG പറഞ്ഞു, ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ അവിടെ ചെയ്യുന്നത് വളരെ കൃത്യമായി കുറ്റകൃത്യങ്ങളോട് വിട്ടുവീഴ്ചയില്ല. അതാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ നിലപാട്. യു പി സർക്കാരിന് കുറ്റവാളിയാണോ അയാളെ കർശനമായി ശിക്ഷിക്കും. പിന്നെ ഈ വീട് പൊളിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട് പൊളിക്കലൊന്നുമില്ല. അതായത് മുനിസിപ്പൽ നിയമം ലംഘിച്ച് ഉണ്ടാക്കുന്ന അനധികൃതമായി കയ്യേറ്റം ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ, കയ്യേറ്റങ്ങൾ, ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസൊക്കെയാണ് പൊളിക്കുന്നത്. അപ്പോൾ ഒരു കേസിൽ പ്രതിയായവരുടെ പേരിൽ അയാൾ താമസിക്കുന്ന വീട് സർക്കാർ ഭൂമിയിൽ ഉണ്ടാക്കിയതാണെങ്കിലും നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെങ്കിലും കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്ത് പൊളിക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ സീറോ ടോളറൻസ് എന്ന് പറഞ്ഞ ഈ നിലപാട് പ്രശംസനീയമാണെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു. പക്ഷേ അത് ഈ നിലപാട് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ ഉണ്ടാവണം. ഇന്ത്യ മുഴുവൻ ഇതേ നയമാണ് വേണ്ടത്. ഏത് പൊളിക്കൽ നയമല്ല, കുറ്റകൃത്യങ്ങളുടെ വിട്ടുവീഴ്ചയില്ല എന്നുള്ള നയം വേണം. പക്ഷേ നിങ്ങൾ പൊളിക്കുന്നത് തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. നിങ്ങളിത് ചെയ്യുമ്പോൾ അത് നിയമാനുസൃതമായിരിക്കണം. കോടതി എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഒരാളുടെ മകൻ മഹാലവലാതി തല്ലിപ്പൊളിയാണ്, അവനൊരു കുറ്റം ചെയ്തെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ താമസിക്കുന്ന വീട് പൊളിക്കുന്നതിനത് ഒരു നീതികേടുണ്ട്. അത് ചെയ്യരുത്, അത് ചെയ്യാതിരിക്കുക എന്നും മാത്രമാണ് കോടതി പറഞ്ഞത്. പക്ഷേ ഇവിടെ അടുപ്പുകൂട്ടി ചർച്ചക്കാരെല്ലാം കൂടെ ഭയങ്കരമായി യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസറിങ് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന ഈ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയിലില്ല. ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പൊളിക്കാൻ പാടില്ല എന്ന് വിധിയിലില്ല. മറിച്ച് കുറ്റകൃത്യങ്ങളുടെ സീറോ ടോളറൻസ് ആണ്, കുറ്റവാളികളെ കർശനമായ അയൺ ഹാൻഡ് കൊണ്ട്, ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടും എന്ന് പറയുന്ന നിലപാട് പ്രശംസനീയമാണെന്നാണ് കോടതി പറഞ്ഞത്. ആകെയുള്ള കുഴപ്പം എന്താണ്? ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരാളുടെ മകൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി പൊളിക്കുന്നത് ശരിയല്ല. പക്ഷേ മകൻ്റെ കുറ്റകൃത്യത്തിൽ അച്ഛനും കൂടെ പങ്കാളിയാണെങ്കിൽ പൊളിക്കാമോ എന്ന് ചോദിച്ചാൽ പൊളിക്കേണ്ട എന്ന് കോടതി പറഞ്ഞിട്ടുമില്ല. ഒന്നത്. അപ്പോൾ യു പി സർക്കാരിൻ്റെ വക്കീലും സോളിസിറ്റർ ജനറലും പറഞ്ഞത് കൃത്യമായി ഞങ്ങൾ ഇതുവരെ പൊളിച്ചിട്ടുള്ളതിനൊക്കെ മുൻകൂട്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഉത്തർപ്രദേശ് വലിയൊരു സംസ്ഥാനമാണല്ലോ, പാകിസ്ഥാനിലേക്കാൾ കൂടുതൽ ജനസംഖ്യ യു പിയിലുണ്ട്. ആ സംസ്ഥാനത്ത് ഈ പോലീസും ഒക്കെ കടന്നു ചെല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും. അങ്ങനെയുള്ള അതിവിശാലമായ ഒരു രാജ്യമാണ് വേണമെങ്കിൽ, പാകിസ്ഥാനേക്കാൾ വലിയ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രാജ്യം പോലെ കാണാവുന്നൊരു സംസ്ഥാനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് യു പിയിൽ ഇങ്ങനെ എന്തൊക്കെ പറയുന്നത്. കാരണം യു പിയിലൊക്കെ പറ്റാത്ത മേഖലകളുണ്ട്. കാരണം അത്തരം ഒരു രാജ്യം മുഴുവൻ പോലീസിങ് നടത്താൻ പറ്റില്ല. ഇന്ത്യ മുഴുവൻ കേരള പോലീസിന് പ്രവർത്തിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ അവിടെ പോലീസിൻ്റെ എണ്ണം പരിമിതമാണ്. അതിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഈ ഫയർഫോഴ്സിൽ ആളുകൾ കുറവാണെന്ന് ഈ റീസെൻ്റ്ലി കേട്ടു. യു പിയിൽ ഫയർഫോഴ്സ് കേരളത്തിലുള്ള അത്രയും പോലും ഫൈറ്റേഴ്സ് ഇല്ല. അതിനുവേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നൊരു വാർത്ത എനിക്ക് അതിശയം തോന്നി. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനത്ത് ഫയർഫോഴ്സിൽ ഇത്ര ആളുകളെ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഒരു ആശങ്ക. കാരണം അങ്ങനെയാണ് അവിടുത്തെ. കാരണം ഇത്രയും കാലങ്ങളായി യു പി ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരുകൾ ആ സർക്കാരിനെ
ആ സംസ്ഥാനത്തെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലാക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MP മാരെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ് UP. എന്നാൽ അതിൻ്റെ ഒരു പരിഗണനയും ഒരു കാലത്ത് ഉത്തർപ്രദേശിന് കിട്ടിയിട്ടില്ല. ഉത്തർപ്രദേശ് നേടുന്നവർ ഇന്ത്യ ഭരിക്കുമെന്നാണ് പറയുന്നത്. അതെ അല്ലേ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാവുന്ന ആൾ അടുത്ത പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ UP എന്നുള്ള സ്റ്റേറ്റ് ഇത്രയും രാഷ്ട്രീയമായി മേൽക്കൈ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടും ഏറ്റവും അവികസിതമായി കിടക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു യോഗിക്ക് മുമ്പ് വരെ. ഇപ്പോഴാണ് പതുക്കെ മാറ്റത്തിൻ്റെ കാറ്റ് വീശി വരുന്നത്. അപ്പം ഈ പോലീസിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫയർ ഫൈറ്റേഴ്സ് ആവട്ടെ എല്ലാത്തിൻ്റെയും കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. 60 വർഷം ഇങ്ങനെ കിടന്നത് 10 വർഷം കൊണ്ട് എങ്ങനെ എന്തുകൊണ്ട് നന്നാക്കിയില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു നിരർത്ഥകതയുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഏതായാലും കോടതി ഇപ്പോൾ പറഞ്ഞു, ഈ നിയമവിരുദ്ധ നിർമ്മാണങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കയ്യേറ്റങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിയമവിരുദ്ധ നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത്തരം നടപടികൾ ഇനിയും തുടരാം. പക്ഷേ ആകെയുള്ളത് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചു വേണം ഇത്തരം ഒഴിപ്പിക്കൽ നടപടിയെടുക്കാൻ. ഇതിനെയാണ് വളരെ പെട്ടെന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇനി ഇത്തരം നടപടികളില്ല, ബുൾഡോസർ രാജ അവസാനിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ചില ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഇത് നോക്കൂ, മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നും ഇത് വലിയ വാർത്തയായിട്ട്, ഞാൻ മനോരമയിൽ ഇത് വലിയ വാർത്തയായിട്ട് കണ്ടില്ല. കാരണം എന്താണ്, ഈ വിധി അവർ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു വിധിയല്ല. അതുകൊണ്ടാണ് ഇത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ്, കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയൊക്കെ നിശിതമായി വിമർശിച്ച് കോടതി വലിച്ചു കയറി ഒട്ടിക്കുമെന്നൊക്കെ കരുതിയിരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ജമിയത്ത് ഉലൈമ ഹിന്ദ് അവരും പ്രതീക്ഷിച്ചത് ഇത് മിക്കവാറും സുപ്രീം കോടതി എടുത്ത് തോട്ടിക്കളയും, സർക്കാരിനെ യോഗി ആദിത്യനാഥിനെ നരേന്ദ്രമോദിയൊക്കെ വിമർശിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് ഒരു നനഞ്ഞ പടക്കം പോലെയായി. അതിപ്പം സർക്കാരും പറയുന്നത് അങ്ങനെയാണ്. ഒരു കയ്യേറ്റം ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധ നിർമ്മാണമാണെങ്കിലേ പൊളിക്കുള്ളൂ, നോട്ടീസ് കൊടുക്കും. നോട്ടീസ് ഇത് ചെയ്യാതൊന്നും ആരും ഇതുവരെ ഒന്നും പൊളിച്ചിട്ടില്ല. വലിയ തമാശ എന്ന് പറയുന്നത്, ഇവർ ഈ ഹർജിയൊക്കെ കൊടുത്തിട്ട് പൊളിച്ച കെട്ടിടങ്ങളുടെ ഉടമസ്ഥർ ഒരു കോടതിയും പോയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കാലങ്ങളായി പൊതുസ്ഥലം ഇങ്ങനെ കയ്യേറി കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, വലിയ വീടുകളൊക്കെ വെച്ച് താമസിപ്പിക്കുകയാണ്. ഓണർഷിപ്പ് സർക്കാരിൻ്റെ സ്ഥലമാണ്. ഈ രാഷ്ട്രീയമായി വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുക. ചേരികളുണ്ടാക്കി, വലിയ ഹൗസിംഗ് കോളനികളുണ്ടാക്കി, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് ഭൂമി കയ്യേറി താമസിക്കാൻ കാലങ്ങളായി സർക്കാരുകൾ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിപ്പോൾ മാറ്റം വന്നു. യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ കയ്യേറ്റങ്ങളും മുഴുവൻ ഒഴിപ്പിക്കുക എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്, ആ ലിസ്റ്റുണ്ട്. അത് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ആ ലിസ്റ്റിലുള്ള ഒരാൾ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാണെങ്കിൽ അയാളുടെ വീട് ആ നിമിഷം വന്ന് ഇടിച്ചു പൊളിച്ച് കളയും. കാരണം ഓൾറെഡി ലിസ്റ്റിലുള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കി അതും ക്രൈം ലിസ്റ്റുമായി കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്തിട്ടാണ് ഈ നടപടി എടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാനൊരു കേസിൽ പ്രതിയായി അല്ലെങ്കിൽ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു, സിനു ഇവർ പറയുന്ന വാദം കള്ളക്കേസുകളിൽ കൊടുക്കുന്നു, സിനു എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു, ഉടനെ എൻ്റെ വീട് വന്ന് ബുൾഡോസർ വന്ന് ഇടിച്ചെടുത്തതല്ല. അത് പരിശോധിക്കും, ഇയാൾ എവിടെ താമസിക്കുന്നു, അയാളുടെ പക്കലുള്ള പ്രോപ്പർട്ടി നിയമാനുസൃതമാണോ, ആ പ്രോപ്പർട്ടിയിൽ എല്ലാ പെർമിറ്റുകളും അനുമതിയും വാങ്ങിയിട്ടാണോ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിനെ ആരും ചാലഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പം ബുൾഡോസർ രാജ് ചെയ്തു, പ്രത്യേകിച്ച് മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ആരും എന്തേ സുപ്രീം കോടതി പോകാത്ത? ഹൈക്കോടതിയിൽ ആരും പോയിട്ടില്ലല്ലോ. ഹൈക്കോടതിയിലൊക്കെ ചിലരൊക്കെ ഹൈക്കോടതി പോയിരുന്നു ഇത് ഈ വിധിക്കെതിരെ, ഈ നടപടിക്കെതിരെ, ബുൾഡോസർ ഉപയോഗിക്കുക. പക്ഷെ കോടതിയൊന്നും പറഞ്ഞില്ല, കോടതി ഇടപെട്ടില്ല. സുപ്രീം കോടതിയിൽ മുന്നിൽ വന്നിട്ടും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിധി പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിയും കാര്യമായി ഇടപെടലൊന്നും നടത്തിയിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കണം. സർക്കാരും പറയുന്നത് ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ജനങ്ങൾക്ക്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഒരു ജംഗിൾ രാജൊക്കെ ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ ജംഗിൾ രാജ് നിൽക്കുന്ന കാട്ടുനീതി നിലനിൽക്കുന്ന സംസ്ഥാനമാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ട്. ഇപ്പം യോഗി വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ വലിയ ഡോൺസിനോട് പറഞ്ഞല്ലോ, നിന്നെ 300 ദിവസത്തിനുള്ളിൽ ഞാൻ മണ്ണ് തിന്നിക്കും എന്നൊക്കെ പറഞ്ഞ കഥയുണ്ട്. 300 ദിവസം കഴിഞ്ഞപ്പോൾ വെടിയേറ്റ് മണ്ണിൽ വീണു. അപ്പോൾ ഈ കുറച്ചൊക്കെ ഈ പറഞ്ഞ ആക്ഷേപിക്കപ്പെടുന്നത് പോലെ നിയമത്തിന് പുറത്തുള്ള മെഷേഴ്സ് ഉപയോഗിച്ച് ചില ഭീകരവാദികളെയും മാഫിയ സംഘങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ജനങ്ങൾ ഹാപ്പിയാണ്. പഴയ പോലെയല്ല. ഉത്തർപ്രദേശിൽ ഇപ്പം കുറച്ചൊക്കെ നിർഭയമായ ആളുകൾക്ക് സഞ്ചരിക്കാനും ജീവിക്കാനും പറ്റും. പണ്ട് ഈ ഗുണ്ടകളുടെയൊക്കെ ഒരു കൂട്ടമായിരുന്നു. ഇപ്പോൾ അത്തരം വാർത്തകളൊന്നും കേൾക്കുന്നില്ല. പൊതുവിൽ ഉത്തർപ്രദേശ് ഏതാണ്ടൊക്കെ
ഒതുങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യോഗി ഒതുക്കി എന്ന് തന്നെ പറയാം. യോഗി ഒതുക്കി അതിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലോ, ഒരു ഭീകരമായ ബലാത്സംഗം നടന്നാൽ ആ പ്രതിയുടെ വീട്ടിലേക്ക് പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തതിനൊപ്പം തന്നെ ബുൾഡോസർ ചെല്ലുവാണ്, വീടങ്ങ് ഇടിച്ചങ്ങ് നിരത്തുവാണ്. കാരണം ഒരുപക്ഷെ അപ്പം നിങ്ങൾ ചോദിക്കുന്ന മനുഷ്യാവകാശം ചോദ്യമുണ്ട്, അവരുടെ കുടുംബം എന്ത് ചെയ്തു, കോടതിയും ചോദിച്ചിട്ടുണ്ട് അച്ഛൻ തെറ്റുകാരനാണോ. പക്ഷേ അച്ഛൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാനില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏതായാലും രാജ്യത്തെ ക്രിമിനൽ നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ ആളുകൾക്കൊരു ഭയം വേണം. മുമ്പൊക്കെ രാഷ്ട്രീയക്കാരിടപെട്ട് നമ്മുടെ പാർട്ടിക്കാർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. കേസ് വന്നു, ചാർജ് ചെയ്യുന്നു, നേരെ അവൻ്റെ വീടങ്ങ് ഇടിച്ചു നിരത്തുന്നു. അല്ലെങ്കിൽ ഇയാൾ ഓടുന്ന ജീപ്പിൽ നിന്ന് ചാടിപ്പോയി വെടിവെച്ചു, അവരിടയ്ക്ക് പോലീസിന് നേരെ വെടിവെച്ചു, തിരിച്ച് പോലീസ് വെടിവെച്ചപ്പോൾ കൊല്ലപ്പെട്ടു. ഇത് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് BSPയുടെ തമിഴ്നാട്ടിലെ അധ്യക്ഷനെ കൊലപ്പെടുത്തിയ ആളുണ്ടല്ലോ, കൊലപ്പെടുത്തിയ പ്രതിയിൽ ഒരാൾ പോലീസിൻ്റെ വെടിയേറ്റു. അപ്പോൾ ചിലയിടത്തൊക്കെ ഇത്തരം ചില എക്സ്ട്രാ ലീഗൽ അല്ലെങ്കിൽ ഈ നിലവിലുള്ള നിയമത്തിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ജനങ്ങൾക്ക് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണല്ലോ നമ്മൾ വാഗ്ദാനം ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി ഒരു തരത്തിലും നന്നാവില്ല എന്ന് ഉറപ്പുള്ള കൊടും ക്രിമിനലുകളായ ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഇത്തിരിയൊക്കെ അതിന് കടന്നുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതത്ര പെശകൊന്നുമല്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. നിയമത്തിൻ്റെ കണ്ണിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ ജനങ്ങൾ ഇതിനെ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ ഇന്നലത്തെ വിധി ഈ ബുൾഡോസർ രാജിനെതിരായ ഒരു വിധിയൊന്നുമല്ല, നിയമാനുസൃതം കാര്യങ്ങൾ ചെയ്യണം എന്നും ഒറ്റ വരിയിൽ ഒതുക്കാം. അതിനെയാണ് ഈ പറഞ്ഞ ചില ആളുകൾ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൊലിപ്പിച്ചുകൊണ്ടിരുന്നവർക്ക് തിരിച്ചടി കിട്ടും. കാരണം എന്നറിയാമോ, അവരിപ്പം ഈ പാവപ്പെട്ട ആളുകൾ കരുതും ഇനിയൊന്നും നമ്മുടെ വീട് പൊളിക്കില്ലെന്ന്. പക്ഷേ കോടതി വെക്കാത്ത കാരണം യോഗിയുടെ ബുൾഡോസർ അടുത്ത ദിവസം ഉരുണ്ടിയല്ലോ. അപ്പോൾ ഇവർക്ക് വേണേൽ പറയാം കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ട് വീണ്ടും എന്ന് പറഞ്ഞൊരു ഹൈപ്പ് ഉണ്ടാക്കാമെന്നല്ലാതെ ഒരു കാര്യമില്ല. സുപ്രീം കോടതി ബുൾഡോസർ ഉപയോഗിച്ച് കുറ്റവാളികളുടെ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് തടഞ്ഞിട്ടില്ല. അത് യോഗിയുടെ ബുൾഡോസർ ഉരുളും. അത് മധ്യപ്രദേശിൽ ഉരുളുന്നുണ്ട്, ആസാമിലും ഉണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലും അത്തരം ബുൾഡോസറുകൾ ഇനിയും ഉരുണ്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറ്റവാളികൾ കുറച്ചൊക്കെ മാന്യം മര്യാദയായി ജീവിക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.